പ്രതാപനെ കൊടുക്കാൻ NIA എത്തും. നൗഷാദ് വധക്കേസിലെ PFIക്കാരെ സംരക്ഷിച്ചത് TN പ്രതാപനാണെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. ഒരു ഗുണവുമില്ലാത്ത TN പ്രതാപനെ വിജയിപ്പിച്ചിട്ട് എന്താണ് കാര്യം? കോൺഗ്രസിനകത്തു നിന്നാണ് പ്രതാപനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നറിയാത്ത പ്രതാപനാണ് പുന്ന നൗഷാദിനെ കൊലപ്പെടുത്തിയ ആ പ്രതികളെ സംരക്ഷിക്കാൻ മുന്നിലുണ്ടായിരുന്നത് TN പ്രതാപനാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വെല്ലുവിളികൾ വരുന്നത്. നമസ്കാരം. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പടി എന്നോളം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ എന്നോളം തൃശൂർ ജില്ലയിൽ, അതായത് തെക്കിങ്കാട് മൈതാനയിൽ പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത ഒരു പരിപാടി നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വാഗ്വാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. TN പ്രതാപൻ MP-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ K. സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉയർത്തുകയും അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. നിരോധിത സംഘടനയായ PFIയുമായി TN പ്രതാപന് ബന്ധമുണ്ടെന്നും TN പ്രതാപന്റെ വലതും ഇടതും PFIക്കാരാണെന്നും അദ്ദേഹത്തിന്റെ നവമാധ്യമങ്ങൾ പോലും കൈകാര്യം ചെയ്തത് മുൻ PFI പ്രവർത്തകരാണ് എന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ളൊരു പ്രതികരണവുമായാണ് K. സുരേന്ദ്രൻ എത്തിയത്. അത് വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ BJP നേതൃത്വം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ തന്നെ അന്വേഷണം ഏൽപ്പിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് കത്ത് നൽകാനുള്ള തീരുമാനം ചില സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. K. സുരേന്ദ്രൻ പ്രധാനമായും പറഞ്ഞിരുന്നത് TN പ്രതാപന് ഗുരുവായൂരും അതോടൊപ്പം തന്നെ ചാവക്കാടും കേന്ദ്രീകരിച്ചുള്ള PFIയുടെ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ട്. തീരദേശ മേഖലയിൽ കോൺഗ്രസിന് അത്ര പ്രാധാന്യം ഇല്ലെങ്കിൽ അവിടെ സ്വാഭാവികമായും പ്രാധാന്യമുള്ളത് CPIM-നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള PFI പോലെയുള്ള സംഘടനകൾക്കാണ്. അവരുടെ അടുത്ത ആളായിക്കൊണ്ടാണ് TN പ്രതാപൻ പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള ആക്ഷേപമാണ് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. അതിന് തെളിവുകൾ നിരത്തി വെല്ലുവിളിക്കാൻ TN പ്രതാപൻ K. സുരേന്ദ്രനോട് ആവശ്യപ്പെടുകയും അപ്പോഴാണ് ആ ഒരു വേളയിലാണ് കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ ചില ചോദ്യങ്ങൾ TN പ്രതാപനോട് ചോദിച്ചത്. PFI ബന്ധം തെളിയിക്കാനുള്ള TN പ്രതാപന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും വേണ്ടി വന്നാൽ ഫോട്ടോ സഹിതം പുറത്തുവിടുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് PFIക്കാരനായ അബ്ദുൽ ഹമീദാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. പുന്ന നൗഷാദ് കൊലക്കേസിലെ പ്രതികളായ PFIക്കാരെ സംരക്ഷിച്ചത് പ്രതാപനാണെന്നും K. സുരേന്ദ്രൻ ആരോപിക്കുന്നു. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് അബ്ദുൽ ഹമീദാണ്. ജാമിയ മിലിയ കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഡൽഹി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൗഷാദിന്റെ ഒരു സംഘം PFI പ്രവർത്തകർ കൊലപ്പെടുത്തി. അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ പുന്ന നൗഷാദ് കൊലക്കേസിലെ PFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണെന്ന് പരസ്യമായി പറഞ്ഞ കാര്യമാണെന്നും സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായി ഹമീദ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. താൻ PFI പ്രവർത്തകനല്ല, അത് തെളിയിക്കാൻ K. സുരേന്ദ്രനോട് തിരിച്ചും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെല്ലാം പിറകിൽ TN പ്രതാപനെ എന്തുകൊണ്ടും ഇത്തരമൊരു ആക്ഷേപം ഉയരുമ്പോൾ അദ്ദേഹം അത് തെളിയിക്കട്ടെ എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ BJPയെ പോലെയുള്ള സംഘപരിവാറിനെ പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ PFIയെ അത്രത്തോളം നേരിട്ട വേറൊരു പാർട്ടിയില്ല. BJPയെ പോലെ ഒരു പാർട്ടിയാണ് PFIയെയും ഇത്തരം സംഘടനകളെയും നേരിട്ടതും. അത്തരത്തിൽ അവരുടെ സർക്കാർ ഉള്ള സമയത്താണ് PFI പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ചെയ്യുന്നത്. അവർ അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അവിടെയും PFIക്ക് തിരിച്ചടി ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും ആ നിരോധനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു നിരോധിത സംഘടനയിൽ താൻ ഉണ്ടായിരുന്നില്ല എന്ന് ഹമീദ് പറയുമ്പോഴും ഇത്തരത്തിലൊരു MP-ക്ക് ഇവരുമായുള്ള ബന്ധം അത് തുറന്നു കാട്ടാൻ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കട്ടെ എന്നൊരു തീരുമാനമാണ് BJPയെ സംബന്ധിച്ചിടത്തോളമുള്ളത്. സ്വാഭാവികമായും NIA അടക്കമുള്ള സംഘങ്ങൾ അല്ലെങ്കിൽ NIA അടക്കമുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരു പരാതി ഉണ്ടെങ്കിൽ NIA സ്വാഭാവികമായും എത്തും. പ്രതാപനെ കൊടുക്കാൻ NIA എത്തും എന്ന് തന്നെയാണ് BJPയിലെ പല നേതാക്കളും കരുതുന്നത്. അത്തരത്തിൽ BJP ഒരു പരാതി നൽകുകയാണെങ്കിൽ NIA അടക്കമുള്ള ചിലപ്പോൾ CBI ആയിരിക്കാം, പ്രതാപനെ കൊടുക്കുന്നത് CBI പോലുമായിരിക്കാം.
അത്തരത്തിൽ നിരോധിത സംഘടനയായ PFIയുമായുള്ള പ്രതാപന്റെ ബന്ധം അത് ചെന്നെത്തുക ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ അടുത്തേക്കായിരിക്കും. പ്രതാപൻ കുടുങ്ങുക തന്നെ ചെയ്യും എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്ത M5 ന്യൂസിൽ ഞാൻ തന്നെ നൽകിയിരുന്നു. അതിന് താഴെ വന്ന ചില കമന്റുകൾ കൂടി വായിക്കാതെ വയ്യ. അതിൽ സ്വാഭാവികമായും വന്ന ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു: ഈ ഭീകരവാദി ഏജന്റിനെ പിടിച്ച് NIA ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞു, അധികരിച്ചിരിക്കുന്നു. അതോടൊപ്പം തീവ്രവാദ സംഘടനകളുമായി TN പ്രതാപന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പൂർണ്ണമായും പ്രതാപനുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജനങ്ങൾക്കും തൃശ്ശൂരിനും ഓരോ ഗുണവുമില്ലാത്ത TN പ്രതാപനെ വിജയിപ്പിച്ചിട്ട് എന്താണ് കാര്യം, തൃശ്ശൂരിന് എന്താണ് കാര്യം എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. പ്രതാപന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് പറയുന്നു. പ്രതാപൻ തികഞ്ഞ കാപ്പട്ടിക്കാരനാണ്, ഇല്ലായ്മയ്ക്ക് വിപണി മൂല്യം കണ്ടെത്തി ജീവിക്കുന്നവനാണ്, നാണവും മാനവും എന്താണെന്ന് പുള്ളിക്കാരൻ അറിയില്ല. അത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്കിവിടെ പരസ്യമായി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ K. സുരേന്ദ്രനെതിരെയും അത്തരത്തിൽ കമന്റുകൾ തിരിച്ചും ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ TN പ്രതാപനെതിരെ ആയിരുന്നു എന്നുള്ളതാണ്. K. സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ഈ പുന്ന നൗഷാദിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു വിങ്ങലായിരുന്നു പുന്ന നൗഷാദിന്റെ കൊലപാതകം. ഒരു നാടിനും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം ഉണ്ടായിരുന്ന പുന്ന നൗഷാദ് എന്ന ആ നാട്ടുകാരുടെ നൗഷാദിനെ കൊലപ്പെടുത്തിയത് PFI പ്രവർത്തകരാണ് എന്നാണ് പോലീസ് പറയുന്നത്. അവരാണ് ഇപ്പോൾ നിലവിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുന്നിൽ കുറ്റക്കാർ. അത് വ്യക്തിപരമായ ചില ബന്ധമാണ്, അതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ല, ഈ ഇരു ഗുണ്ട സംഘങ്ങൾ തമ്മിലുണ്ടായ ഒരു വാക്കേറ്റവും അതിൽ നിന്നുമുണ്ടായ കൊലപാതകമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ജീവനായിരുന്നു. പക്ഷേ ആ പുന്ന നൗഷാദിനെ കൊലപ്പെടുത്തിയ ആ പ്രതികളെ സംരക്ഷിക്കാൻ മുന്നിലുണ്ടായിരുന്നത് TN പ്രതാപനാണ് എന്ന ആക്ഷേപമുണ്ടായി. അത് ആദ്യം ആക്ഷേപിച്ചത് BJP-ക്കാരല്ല. നൗഷാദ് വധക്കേസിലെ PFIക്കാരെ സംരക്ഷിച്ചത് TN പ്രതാപനാണെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ് നേതാക്കളാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അത് ചാവക്കാട്ടെയും ഗുരുവായൂരിലെയും യൂത്ത് കോൺഗ്രസ്സുകാരാണ് അന്ന് പറഞ്ഞത്. അത്തരത്തിൽ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനിടയിൽ പോലും കോൺഗ്രസിലുള്ള ആളുകൾ പിന്തുണ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയെ പോലെയുള്ള രാജ്യത്തെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വെല്ലുവിളികൾ വരുന്നത്. സ്വാഭാവികമായും അതിന്റെ പ്രതികരണം എന്തായാലും ഉണ്ടാകും. പ്രത്യേകിച്ച് അടുത്ത മാസത്തിനിടയിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട്, അടുത്ത മാസം എന്ന് പറയാനാകില്ല, സുരേഷ് ഗോപിയുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ വീണ്ടും പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും, ഗുരുവായൂരിലേക്ക് എത്തിയേക്കും എന്നുള്ള ചില സൂചനകളുണ്ട്. അതിന് മുന്നോടിയായി ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പ്രതാപന്റെ എല്ലാ ഇടപാടുകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പരിശോധിക്കണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾ പ്രതാപനെ പൂട്ടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ സംഘപരിവാർ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിലേക്ക് പരാതികൾ കേന്ദ്ര ഏജൻസികൾക്ക് അയക്കാനുള്ള നടപടികൾ തുടരുന്നുണ്ട് എന്നാണ് ഇത്തരം സംഘടനകളുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത ചെയ്തപ്പോൾ തന്നെ ചിലർ കമന്റുകളിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. TN പ്രതാപനെതിരെ പരാതി നൽകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം. അദ്ദേഹത്തിന്റെ PFIയുമായുള്ള ബന്ധം അത് കൃത്യമായി തന്നെ അറിയുന്നവർ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. കോൺഗ്രസിനകത്ത് നിന്നാണ് പ്രതാപനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നറിയാത്ത പ്രതാപനാണ് പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ വെല്ലുവിളിക്കാനൊക്കെ തയ്യാറാകുന്നത് എന്നാണ് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും കണ്ടറിയണം പ്രതാപന്റെ അവസ്ഥ ഇനി എന്താകുമെന്ന്.